നമ്മളിനി ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ടൈപ്പ് 1. ഈ ടൈപ്പ് 1നെ നമ്മൾ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് പറയുന്നത്. പെർഫെക്ഷനിസ്റ്റ് എല്ലാ കാര്യവും വളരെ വൃത്തിയിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇവർ സമൂഹത്തിൽ കണ്ടുവരുന്നു എന്ന് പറയാൻ കാരണം അതിന് കുറേ അർത്ഥങ്ങളുണ്ട്. ആ ഒരു ചെറിയ വേർഡിന് അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരുടെ ഒരു ടൈപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായി ഡ്രസ്സ് ധരിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ നല്ല ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുകയും എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ ഇവരെ വളരെ മാന്യന്മാരായിട്ട് കണ്ടുവരുന്നു. നോട്ട് ദ പോയിന്റ്, കണ്ടുവരുന്നു. അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവരവരോട് ചോദിക്കേണ്ടത്, ഞാൻ ഈ ചെയ്ത കാര്യം നല്ലതാണോ, അത് നീതിയാണോ, മറ്റുള്ളവർക്ക് ഗുണമായോ? ഇങ്ങനെ അവർ ഓരോ കാര്യങ്ങളും ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വയമേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീതി, ഉത്തരവാദിത്ത ബോധം, കൃത്യനിഷ്ഠത ഇതെല്ലാം അവരിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇത്. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ അവർ കടന്നു പോയാൽ ഇവരുടെ യാത്രയ്ക്കോ പ്രയാണത്തിനോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം സംഭവിച്ചാൽ ഇവര് പെട്ടെന്ന് പ്രതികരിക്കുകയും നമ്മളെ നിശിതമായി വിമർശിക്കുകയൊക്കെ ചെയ്യും എതിർകക്ഷിയെ. അതേപോലെ തന്നെ വളരെ താഴ്ന്ന് നിൽക്കുന്ന, പെട്ടെന്ന് ചൂടാറുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. 3 അവസ്ഥകളുണ്ട് അവർ: റെഡീംഡ്, അൺറെഡീംഡ്, ബാലൻസ്ഡ്. ഇങ്ങനെ റെഡീംഡ് എന്ന് പറഞ്ഞാൽ വളരെ ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ഫേസാണ് റെഡീംഡ്. അൺറെഡീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു എത്തിക്സിനെയും ഇവർ കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് സത്യസന്ധതയാണ് ഇവരുടെ ഒരു ഏറ്റവും നല്ല ഒരു പേഴ്സണാലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾക്ക് പറയാൻ ചെന്നത്. ഞാൻ നീതിയിലൂടെ മാത്രം ജീവിക്കാൻ ജനിച്ചവനാണ് എന്നാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം ഇവരിൽ ഒരുപാട് പ്രൊജക്റ്റ് നിൽക്കും. ഏതൊരു കാര്യത്തിൻ്റെയും നന്മയും ആ നന്മയെ തീർച്ചപ്പെടുത്താനുള്ള ബുദ്ധിയും ആത്മവിശ്വാസവും എല്ലാം ഈ പേഴ്സണാലിറ്റിക്കുണ്ട്. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് റെഡീംഡ് ആയിട്ടുള്ള 1 പേഴ്സണാലിറ്റി ഇത് പറയുന്നത്. ഹൈ പ്രിൻസിപ്പിൾഡ് ആണ്, അതായത് ഉന്നത മൂല്യങ്ങൾ പിന്തുടരുന്ന ആളുകളാണത്. മനസ്സിൽ ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടത്തിയിരിക്കും. അതിന് ആരൊക്കെ നമ്മളെ പിടിച്ച് പിന്നോട്ട് വലിച്ചാലും അവരത് മാറില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഒരു കാര്യം വിലയിരുത്തുമ്പോൾ തൻ്റെ ഇഷ്ടങ്ങളോ പാതി അറിവിനോ ഒന്നും വഴങ്ങാതെ ശരിയായ വിധത്തിൽ ഒരു നീതി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. വളരെ ആത്മവിശ്വാസമുള്ള ആളുകളാണ്. താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തെറ്റല്ല എന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ല എന്ന് ബോധ്യമായാൽ പിന്നെ അവർ അത് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ചിട്ടയും ക്രമവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ്. നിയമങ്ങൾ വളരെയധികം നന്നായി പാലിക്കുന്ന ആളുകളാണ് ഇവര്. കൃത്യസമയത്ത് ഇവരൊരു ജോലിയിലിരിക്കുകയാണെങ്കിൽ രാവിലെ 10 മണിക്ക് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞാൽ ഇവര് 9:55 ഓഫീസിലെത്തിയിരിക്കും. ഇപ്പോൾ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, 10 മണിക്ക് കാണണം എന്ന് വെച്ചാൽ 9:55 ആകുമ്പം അവരിവിടെ വന്ന് എല്ലാം റെഡി ആയിരിക്കും.
ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ഒരുപാട് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മിടുക്കരാണ്. സമയം അത് വിലപ്പെട്ടതാണ്, എൻ്റെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും. അത് നമ്മൾക്ക് കളയാനുള്ളതല്ല എന്നുള്ള ഒരു കാര്യം. ജോലി കാര്യത്തിൽ ഭയങ്കര ആത്മാർത്ഥതയുണ്ടാവും ഇവർക്ക്, ഭയങ്കര ഹോണസ്റ്റ് ആയിരിക്കും ഇവർ. എന്ത് ഫെയർ ജസ്റ്റിസ് ആണ്, അതായത് എന്ത് ചെയ്താലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കും. എന്ത് പിന്നീട് എത്രയധികം വാക്ക് മാറാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടിയാലും അവർ വാക്ക് മാറില്ല. തെറ്റുകൾ നല്ല റെഡീംഡ് പേഴ്സണാലിറ്റി ആണെങ്കിൽ തെറ്റ് തിരുത്താനുള്ള മനസ്സ് ഇവർക്കുണ്ട്. തികച്ചും ഉത്തരവാദിത്വ ബോധമുള്ള ആളാണ്. ഒരു ചുമതല ഏറ്റെടുത്താൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കുകയും ചെയ്യും, അത് പൂർണ്ണമാകുന്നവരെ നിൽക്കുകയും ചെയ്യും. ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും. അതായത് തനിക്ക് അറിയില്ലാത്ത ഒരു കാര്യം പോലും അനാവശ്യമായിട്ട് പറയില്ല, ഊഹിച്ച് പറയില്ല. വളരെയധികം ആത്മപരിശോധന നടത്തി സംസാരിക്കുകയും പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആളാണ്. പൊതുവെ ഇവർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. ഈ കുറ്റബോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരുപാട് സമയമെടുക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അത് ഇവരുടെ ഒരു ചെറിയൊരു വിഷയമാണ്. പൊതുവെ വളരെ ചിന്താശേഷിയും അതേപോലെ ഉള്ള ഒരു ചിന്താശേഷിയൊക്കെ ഉള്ള ആളാണ്. നന്മയും നീതിയും മുൻനിർത്തി കാര്യങ്ങളെ വിശകലനം ചെയ്ത് വിലയിരുത്താൻ വളരെ കഴിവുള്ള ആളുകളാണ്. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം എന്ന് കരുതിയിട്ട് ഇരിക്കുകയാണ്. ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ തെറ്റുകൾ പെട്ടെന്ന് ഇവർ കണ്ടുപിടിക്കും. നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരോ അല്ലെങ്കിൽ കൂടെ വിൽക്കുന്ന സഹപ്രവർത്തകരോ ഒരു ചെറിയ തെറ്റ് വരുത്തിയാൽ പോലും ആദ്യമൊക്കെ പറഞ്ഞു കൊടുക്കും, ഇവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല വസ്ത്രാധാരണമായിരിക്കും ഇവർക്ക് നല്ലൊരു ഫലം. ഇവർ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതായിരിക്കും. നമ്മളുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയും എന്ത് കൊടുത്തിട്ടും അവർ കൂടെ നിർത്തും. എന്ത് തെറ്റുപറ്റിയാലും എത്ര നഷ്ടങ്ങൾ വന്നാലും അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്ന ആളുകളാണ്. വളരെ ശുചിത്വമുള്ള കാര്യത്തിൽ, ഹൈജീനിലൊക്കെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, ഒരു ഇതുമില്ല. ശരിയായ ഒരു മാർഗം, നേരെ വാ നേരെ പോ, അതുള്ള ഒരു ഇതേ ഉള്ളൂ. അകത്ത് നിന്നുള്ള ഒരു വിമർശനമോ അല്ലെങ്കിൽ ഇതില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറയും. നമ്മൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിൽ പോലും അത് മുഖത്ത് നോക്കി പറയും. എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് മറക്കും. പിന്നീട് അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അവർ പെരുമാറാറില്ല. വിവേചന ശക്തിയുള്ള തീരുമാനം എടുക്കുന്ന ആളുകളാണ് അവർ. കണക്കുകളുടെ കാര്യത്തിൽ വളരെ കൃത്യതയുണ്ടാവും. പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമാണ്. ഇപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചാൽ ആ ജോലി കഴിയാതെ മറ്റൊന്നിലേക്ക് പോവില്ല അവർ. ടൈം മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു. അതേപോലെ ഇപ്പൊ വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും അലക്ഷ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ചിലപ്പോൾ ഷൂവോ ചെരുപ്പോ ഇതെല്ലാം വളരെ വെറുതെ കുട്ടികൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാം. വലിച്ചെറിഞ്ഞ് സ്റ്റെപ്പിന്റെ സൈഡിൽ കിടക്കുന്നുണ്ടാവും, പത്രം ഒരു സൈഡിൽ കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇവർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സണാലിറ്റി നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം, ഏറ്റവും മനോഹരമായ വീടായിരിക്കും, സ്വർഗമായിരിക്കും. ഏതാണ്? അദ്ദേഹത്തെ അനുസരിക്കുന്ന ആളുകൾക്ക്. നിയമത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു സ്കൂളിൽ ഇപ്പൊ ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ച് പോകുന്നതായിരിക്കും. 40 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 40 കിലോമീറ്ററിലല്ലാതെ ഒരു
സൂചി ഒരു 100 മീറ്റർ പോലും അദ്ദേഹം സ്പീഡിൽ വണ്ടി ഓടിക്കില്ല. പക്ഷെ പ്രശ്നം എന്താ, ബാക്കിൽ വരുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ അവരുടെ ആശയ അല്ലെങ്കിൽ സംസാര രീതികളും എല്ലാം വളരെ ആത്മാർത്ഥതയുള്ള ആളുകളാണ്. വിശ്വസ്തതയ്ക്ക് ഭയങ്കര വില കൊടുക്കുന്ന ആളുകളാണ് ഇവർ. ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ്. ആളുകളെ വളരാൻ നന്നായി നമ്മളെ വളർത്തുകയും എല്ലാം ഇതുണ്ട്. മറ്റുള്ളവരെ ഒരു കാര്യം ചെയ്യിക്കാനും പഠിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ്. ഭയങ്കര നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ്. ഇപ്പോൾ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ഇങ്ങനൊരു അധ്യാപകനോ ഒരു മാനേജരോ ഉണ്ട് എങ്കിൽ അവർ ആ കമ്പനിയെ വളരെ മനോഹരമാക്കും, വളരെ ലാഭത്തിലാക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അൺറെഡീംഡ് ആയിട്ടുള്ള ആളുകളിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ അൺറെഡീംഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കാര്യം നോക്കാം, എന്തെങ്കിലും ഒരു രീതിയിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ആ തെറ്റ് അവർ സമ്മതിക്കില്ല. ആ തെറ്റ് നമ്മളുടെ തലയിലിടും. മനസ്സിലായില്ലേ? ആളുകളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അവരുടെ അൺറെഡീംഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇത് റെഡീംഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു തെറ്റ് ഒരു പ്രാവശ്യം അവർ ക്ഷമിക്കുള്ളൂ, പിന്നെ ഒരു ക്ഷമിക്കില്ല. മറ്റുള്ളവരുടെ ഇതിലൊക്കെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അൺറെഡീംഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആളുകളായിരിക്കും. ഞാൻ അപൂർണനാണെന്നുള്ളൊരു തോന്നൽ എപ്പോഴും അൺറെഡീംഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവും, പേഴ്സണാലിറ്റി 1-ന്. അങ്ങനെ അൺറെഡീംഡ് ആയി കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരിലെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കും, എല്ലാ കാര്യത്തിലും. ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്തായിരിക്കാം